പ്രസൻസ് മാജിക് അവനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ വ്യത്യസ്തമായ പല വിഭവങ്ങളും തയ്യാറാക്കുന്നുണ്ട്. പക്ഷേ ബിരിയാണി ഉണ്ടാക്കിയിട്ട് കുറച്ച് നാളായില്ലേ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കണം എന്ന് തോന്നാനൊരു പ്രധാന കാരണം എന്താ വെച്ചാൽ, ഞാനൊരു ചെറിയ യാത്ര പോയിരുന്നു. ദിണ്ടിഗൽ സൈഡിലേക്കാണ് ആ യാത്ര പോയത്. അപ്പോൾ ദിണ്ടിഗലിൽ പോകുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബിരിയാണി തന്നെയാണ്. എസ്പെഷ്യലി മട്ടൺ ബിരിയാണി. മട്ടൺ ബിരിയാണിയുടെ ഒരു എന്താ പറയുക, ഇതൊരു ബിരിയാണി ക്യാപിറ്റൽ എന്ന് തന്നെ പറയാം ദിണ്ടിഗലിന്. ദിണ്ടിഗൽ ബിരിയാണി എന്ന് പറഞ്ഞാൽ അത്ര ഫേമസ് ആണ്. അവിടെ എത്രയോ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടെന്ന് അറിയുമ്പോൾ ദിണ്ടിഗൽ ബിരിയാണി കൊടുക്കുന്നത്. അപ്പോൾ മട്ടൺ ബിരിയാണി എന്ന് പറഞ്ഞാൽ എക്സലൻ്റ് ആണ്. അവർക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടെങ്കിലും മട്ടനാണ് അവർ കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്തത്. അങ്ങനെ കുറേ ദിവസം അവിടെ 2-3 ദിവസം നിന്ന് 3 നേരവും മട്ടൺ കഴിക്കുകയായിരുന്നു. രാവിലെ 7 മണി തൊട്ട് മട്ടൺ ബിരിയാണി കിട്ടുന്ന കടകളാണ്. ഒരുപാട് വളരെ പഴക്കം ചെന്ന കടകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞ് വന്നപ്പോൾ നാട്ടിലെത്തി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ബിരിയാണി കഴിക്കാൻ വീണ്ടും ഒരു മോഹം. അപ്പോൾ ദിണ്ടിഗൽ ബിരിയാണി ആയിക്കൂടെ എന്ന് തോന്നി. അപ്പോൾ അത് നിങ്ങളിലേക്കും കൂടി അതിൻ്റെ ഒരു മേക്കിംഗ്, എങ്ങനെയാണ് ദിണ്ടിഗൽ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളിലേക്ക് അത് എത്തിക്കണം എന്ന് എനിക്കൊരു തോന്നൽ. അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ദിണ്ടിഗൽ ബിരിയാണി ആയാലോ എന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെ നമ്മൾ മട്ടൺ ബിരിയാണിയാണ്, ദിണ്ടിഗൽ മട്ടൺ ബിരിയാണി. വളരെ സിമ്പിളാണ്. പിന്നെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ, അവിടുത്തെ മട്ടൺ ബിരിയാണിയിലെ മട്ടൺ പീസസ് എല്ലാം വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ്. അത് കൂടുതലും എല്ലിൻ്റെ കഷ്ണങ്ങൾ ഉണ്ടാവില്ല, ചെറിയ കഷ്ണങ്ങൾ, ഫ്ലഷി ആയിട്ടുള്ള പീസസാണ്. അതിപ്പോൾ മട്ടൺ ചുക്കയാണെങ്കിലും എന്താണെങ്കിലും ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ഇച്ചിരി വലുതായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദിണ്ടിഗൽ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദിണ്ടിഗൽ ബിരിയാണി ചേരുവകൾ: ജീരക സാമ്പാർ റൈസ് 1 കിലോ, മട്ടൺ 1 കിലോ കഷ്ണങ്ങളാക്കിയത്, നെയ്യ് 1/2 കപ്പ്, എണ്ണ 1/2 കപ്പ്, സവാള 3 വലുത് കനം കുറച്ച് നീളത്തിലരിഞ്ഞത്, പച്ചമുളക് 4 എണ്ണം 2ആയി മുറിച്ചത്, ഇഞ്ചി അരച്ചത് 3 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി അരച്ചത് 3 ടേബിൾ സ്പൂൺ, കൊച്ചുള്ളി ചതച്ചത് 1 കപ്പ്, പുതിനയില 1 ചെറിയ പിടി, മല്ലിയില 1 ചെറിയ പിടി, മുളക് പൊടി 3 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 3/4 മുതൽ 1 ടീസ്പൂൺ വരെ ആകാം, തൈര് അധികം പുളിയില്ലാത്തത് 1 കപ്പ്, ടൊമാറ്റോ 2 വലുത് അല്ലെങ്കിൽ 3 ഇടത്തരം വലിയ ചതുര കഷ്ണങ്ങളായി മുറിച്ചത്, നാരങ്ങാനീര് 1.5 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇനി മസാല പൊടിക്ക് വേണ്ട ചേരുവകൾ: പട്ട 2 വലിയ കഷ്ണം, ഏലക്ക 10 എണ്ണം, ഗ്രാമ്പൂ 8 എണ്ണം, തക്കോലം 1 വലുത്, തിളച്ച വെള്ളം 9 കപ്പ്. അപ്പോൾ നമ്മുടെ ദിണ്ടിഗൽ ബിരിയാണി ഉണ്ടാക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ തയ്യാറായിരിക്കണം. പ്രത്യേകിച്ച് പറഞ്ഞാൽ ജീരക സാമ്പാർ റൈസാണ് അവർ ഉപയോഗിക്കുന്നത്, ചെറിയ അരി. അപ്പോൾ നമ്മളിവിടെ ജീരകശാല എന്ന് പറയുന്ന അല്ലെങ്കിൽ കൈമ എന്ന് പറയുന്ന അരി ഉപയോഗിച്ചാൽ മതി. അത് എല്ലാം സിമിലറാണ്. ജീരകശാല റൈസ് ഓർ കൈമ റൈസ്, അവിടെ പറയുന്നത് ജീരക സാമ്പാർ റൈസ് തമിഴ്നാട്ടിൽ. അപ്പോൾ ഇതിപ്പോൾ 1 കിലോ ഞാൻ എടുത്തിട്ടുണ്ട്. അത് കുറച്ചൊരു 2 മണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചു. അത് കഴിഞ്ഞ് ഊറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 മണിക്കൂർ വേണമെന്നില്ല, ഒരു ഹാഫ് ആൻ അവർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചാലും മതി. ഞാൻ ഇച്ചിരി കൂടുതൽ നേരം ഇട്ടു എന്ന് മാത്രം. അത് വെള്ളത്തിൽ നിന്ന് ഊറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഒരു കാര്യം. പിന്നെ മട്ടൺ, ഇതിന് പ്രൊപ്പോർഷനേറ്റായിട്ട് 1 കിലോ മട്ടണും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് വലിയ പീസസായിട്ട് കുറച്ച് എല്ലിൻ്റെ കഷ്ണങ്ങളും ഇച്ചിരി ഒരു ഫാറ്റും കൂടി ഇട്ടിട്ടാണ് മട്ടൺ 1 കിലോ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. സാധാരണ ഒരു ഒത്തൻറ്റിക് റെസിപ്പിയിൽ ചെറിയ പീസസാണ്, വിത്തൗട്ട് ബോൺസാണ് കൂടുതലും കാണുന്നത്. ആ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ബാക്കി കുറേ കാര്യങ്ങൾ നമ്മൾ ചതച്ച് വയ്ക്കണം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ആയാലും കുഴപ്പമില്ല. പിന്നെന്താ പറയുക, കൊച്ചുള്ളി കുറച്ചെടുത്തിട്ട് ചതച്ച് വെക്കണം. ഏകദേശം 1 കപ്പോളം കൊച്ചുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. സവാള ഒരു 3 വലുത് കനം കുറച്ച് നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം കുറച്ച് കൂടുതൽ ചേർക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വെച്ച് ചേർക്കണം. പിന്നെ വരുന്നത് ഗരം മസാല. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെയല്ല, കുറച്ച് വ്യത്യാസമായിട്ട് പൊടിച്ച് വയ്ക്കുന്നത്. പെരിഞ്ചീരകം വേണമെന്നില്ല. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഗ്രാമ്പു കുറച്ച്, ഏലക്ക കുറച്ചുകൂടെ കൂടുതൽ, 1 തക്കോലം, ഇതെല്ലാം കൂടി, പട്ട കുറച്ച് കൂടുതൽ വേണം, എല്ലാം കൂടി ഒന്നിച്ചാക്കിയിട്ട് ഒരു പൗഡർ ഫോമിലേക്ക് ആക്കി വയ്ക്കുക. അപ്പോൾ അത് ഞാനിങ്ങനെ പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് പൊടിച്ച പൊടിയാണ്. അപ്പോൾ അതും റെഡി. ഇതാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കാൻ പോണ മസാല പൗഡർ. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതിന, മല്ലിയില, ബാക്കി തൈര് ചേർക്കും. തൈരുണ്ട്, നാരങ്ങാനീരുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അടുപ്പ് കത്തിച്ചു, പാത്രം അടുപ്പിലേക്ക് വെച്ച് കഴിഞ്ഞു. അപ്പോൾ ചൂട് കട്ടിയുള്ളൊരു പാത്രം വയ്ക്കുക. ആദ്യം നമ്മളൊരു മട്ടൺ ഒരു ഗ്രേവി ആയിട്ട് ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ആവശ്യം പോലെ വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു തിളയിലാണ് നമ്മൾ അരി വേവിക്കുന്നത്. അപ്പോൾ മട്ടണും അതിൻ്റെ മസാലയും അതിൻ്റെ റൈസും എല്ലാം കൂടി ചേർന്ന് ഒന്നിച്ച് വറ്റി വരുന്നൊരു സിസ്റ്റമാണ്.
അപ്പോൾ ഒന്നിച്ച് കിടന്നാണ് വേകുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലൊരു ദമ്മിടുകയാണെങ്കിൽ കറക്റ്റായിരിക്കും. പക്ഷെ നമുക്ക് അടച്ചിട്ടിട്ട് ചെറിയ തീയിലിടാം. മുകളിൽ കനലിടുന്നത് ഏറ്റവും നല്ലത്. താഴെ ചെറിയ തീ, മുകളിൽ കനലിട്ട് ദം സ്റ്റൈലിൽ തന്നെ പിന്നെ ചെയ്യണം. അതാണ് അതിൻ്റെ റിയൽ ഒതൻറ്റിക് വേ. പക്ഷെ നമുക്കിപ്പോൾ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാദ്യം എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ കുറച്ച് നെയ്യ്, മിൽക്കി മിസ്റ്റിൻ്റെ പ്യുവർ കൗ ഗീ തന്നെ ഉപയോഗിക്കാം. അതും കുറച്ച് എണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നെയ്യ് എടുക്കാം. ഏകദേശം ഒരു അരക്കപ്പോളം 6 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഏകദേശം ഒരു 1/4 കപ്പോളം എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. അത് ഏതെങ്കിലും റിഫൈൻഡ് ഓയിലായാലും കുഴപ്പമില്ല, കടല എണ്ണയാണെങ്കിലും നല്ലതാണ്. നല്ല ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഓയിൽ ഗീ കോമ്പിനേഷൻ. ഇതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. ആഹാ, നല്ല മണം. ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി, പിരിയൻ മുളകിൻ്റെ പൊടി ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളകും പൊടിയും ഒന്ന് മൂക്കണം. ഇനി ഇതിലേക്ക് തീ ഞാൻ അല്പം ഒന്ന് കുറച്ചു. എണ്ണ നല്ല ചൂടായി കിടക്കണം, നെയ്യും എണ്ണയും. ഇനി ഇതിലേക്ക് അപ്പം മൂത്ത് തുടങ്ങി. ഇനി ഇതിലേക്ക് പുതിന, ഒരു ചെറിയൊരു പിടി പുതിന. ഇത് നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള പുതിന കിട്ടിയിട്ടുണ്ട്, ചേർക്കാം. പുതിനയുടെ ഒരു മണം, ആഹാ. കുറച്ച് മല്ലിയിലയുടെ മണം, കുറച്ച് മല്ലിയില ചേർക്കാം. ഇതിലേക്ക് സവാള, 3 സവാള അരിഞ്ഞത്, ചേർത്തിട്ട് ഇതിനകത്തേക്ക് കുറച്ച് ഒരു 4 പച്ചമുളകും കൂടി 2ആയിട്ട് മുറിച്ചതും ചേർക്കാം. സാധാരണ കുറച്ചുകൂടിയൊക്കെ എണ്ണയും നെയ്യും ഒക്കെ ചേർക്കും. ഞാൻ ഇച്ചിരി കുറച്ചതാണ്. ഇച്ചിരി കൂടെ എണ്ണയോ നെയ്യോ ഒക്കെ വേണമെങ്കിലും ചേർക്കാം. എല്ലാം കൂടി ചേർത്തൊരു ഏകദേശം ഒരു 1-1.5 കപ്പോളം ഗീ ഓയിൽ കോമ്പിനേഷനാണ് അവർ ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളി, സവാള തന്നെ നോക്കിയേ, ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി ഇങ്ങനെ നല്ല മുരിഞ്ഞ് വരുവാണേ. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കൊച്ചുള്ളിയും കൂടി ചേർക്കാം. ഓക്കെ, കൊച്ചുള്ളി ചതച്ചത് 1 കപ്പ്, അതും ചേർക്കാം. ഇനി അതിനോടൊപ്പം തന്നെ ഇഞ്ചി അരച്ചതും 1, 2, 3 ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ചതും 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരച്ചതും. ചതയ്ക്കോ അരയ്ക്കോ എന്താണെങ്കിലും കുഴപ്പമില്ല. പ്രധാന കാര്യങ്ങളെല്ലാം ആയി. ഇനി എല്ലാം കൂടി കിടന്നൊന്ന് മൊരിയണം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും ഒക്കെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. പച്ചച്ചുവ മാറുക മാത്രമല്ല മൊരിയവും വേണം. അപ്പോൾ ഇച്ചിരി ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി ഫാസ്റ്റ് ആകും. എല്ലാം കൂടെ പാകത്തിന് മൊരിഞ്ഞ് കുഴഞ്ഞ് വരും. നല്ല മണം, ഇപ്പോഴേ ഇത്ര മണം. അപ്പോൾ ഇത് ബാക്കി കാര്യങ്ങളും കൂടി ചേർന്ന് വരുമ്പോൾ എന്തായിരിക്കും. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പാകത്തിന് മൂത്ത്, ചെറിയ ഉള്ളിയും മുരിഞ്ഞു, ഇഞ്ചി വെളുത്തുള്ളി എല്ലാ കാര്യങ്ങളും. ഇനി ടൊമാറ്റോ, ഇത് 2 വലിയ ടൊമാറ്റോ അല്ലെങ്കിൽ 3 മീഡിയം സൈസ് ടൊമാറ്റോ. ഇത് കുറച്ച് ചെറുതായതുകൊണ്ട് ഒരു 4 എടുത്തു. വലിയ പീസസ് ആയിട്ട് ഇങ്ങനെ ഓരോന്നും 3, 4 ആയിട്ടൊക്കെ മുറിച്ചെടുക്കും. ടൊമാറ്റോയും കൂടി ചേർക്കുക. ചെറുതായി ഒന്ന് വാടിക്കോട്ടെ. അപ്പോൾ ടൊമാറ്റോയുടെ പീസസൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങി കാണുന്നുണ്ടല്ലോ. ഒന്ന് ചെറുതായിട്ട് ഒന്ന് വാടി വരുമ്പോൾ നമ്മളിതിലേക്ക് തൈര് ഒഴിക്കുന്നു. ഇത് 1 കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഒഴിക്കാം. ഇത് മിൽക്കി മിസ്റ്റ് തൈരാണ്.
എല്ലാം മിൽക്കി മിസ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിനകത്തെല്ലാം. 1 കപ്പ്. തൈരും കൂടി ചേർത്ത് എല്ലാം കൂടി ഒരു കുഴമ്പ് പാകമായല്ലോ, കാണുന്നുണ്ടല്ലോ. അപ്പോൾ തീയൊന്നും കുറയ്ക്കുന്നില്ല, അതങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു രീതിയിലേക്ക് ആക്കിക്കൊണ്ടിരിക്കും. തൈരും ഒന്ന് ചെറുതായി കുറച്ചൊന്ന് എണ്ണ തെളിയുന്നൊരു ഭാഗമാവും. ഇനി കുറച്ചുപ്പും കൂടി ചേർക്കാൻ പോകും. കുറച്ചുപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇതുവരെ. വീണ്ടും ഉപ്പ് ചേർക്കും. അപ്പോൾ തൈരും ഇതിനോടൊപ്പം നന്നായിട്ട് മിക്സായി ഓയിലൊക്കെ തെളിഞ്ഞ് തുടങ്ങുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കാര്യം കൂടി ചേർക്കണം. നമ്മൾ പൊടിച്ച് വെച്ച മസാല, ഇതിൻ്റെ സ്പെഷ്യൽ മസാലയാണ്, ഗരം മസാല പൗഡർ പോലെ. പക്ഷേ ഇതിൽ പെരിഞ്ചീരകമില്ല. അതും കൂടി ചേർന്ന് ഒരു മണം. ഓ വാ, മസാലയുടെ മണം കൂടി വന്നു. അപ്പോൾ നല്ലൊരു കുഴഞ്ഞ ഗ്രേവി ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മട്ടൻ്റെ പീസസ്, ഇത് സാധാരണ ഇതിൽ ചെറിയ പീസസ് ആക്കി മുറിച്ചിടുക, ബോൺലെസ് ആയിട്ട് ഇടുക, അങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുന്നത്. ഞാൻ ഇച്ചിരി ഫാറ്റിൻ്റെ പീസസും കൂടി ആവശ്യപ്പെട്ട് എടുത്തിട്ടുണ്ട്, കുറച്ച് എല്ലും കുറച്ച് വലിയ പീസും. ഇനി നന്നായിട്ട് മട്ടൺ ഇതിനകത്തേക്ക് ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഇതുപോലെ ഒരു 5 മിനിറ്റോളം നമ്മളിങ്ങനെ വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൽ പുതിന മല്ലിയില ഒക്കെ ചേർത്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എരിവ് ഞാൻ 2 ടീസ്പൂണാണ് ചേർത്തത്, വേണമെങ്കിൽ 3 ടീസ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല. മുളക് പൊടി അതാദ്യമേ തന്നെ ചേർക്കുന്നതാണ് നല്ലത്. ഇതൊന്നിങ്ങനെ ആയിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മട്ടൺ വേവിക്കാം. ഒരു മട്ടൺ വിത്ത് ഗ്രേവി ആയിട്ട് വരും. ഒരു 5 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളുടെ മട്ടൺ ഏകദേശം 5 മിനിറ്റ്സോളം ഇങ്ങനെ വരട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇനി ഇതിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം 1 കപ്പ് ഒഴിച്ചു. രണ്ടാമത്തെ കപ്പ് ഒഴിച്ചു. ഇനി മട്ടണിൽ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങുമല്ലോ, നോക്കാം. 3 കപ്പ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞു. ഓക്കെ, ഇനി പാത്രം ഒന്ന് അടച്ചിട്ട് വേവിക്കാം. ഉപ്പ് നോക്കുക, എക്സ്ട്രാ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. വേഗട്ടെ. ഓൾമോസ്റ്റ് കുക്കാകുമ്പോൾ ഒരു 3/4 ഭാഗത്തോളം വെന്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അരി ചേർക്കുന്നത്. കാര്യം അരിയുടെ വേഗം ഇതും ഒരുപോലെ അല്ലല്ലോ, വ്യത്യാസമുണ്ട്. എല്ലാം കൂടി കിടന്ന് വേകുന്നൊരു സിസ്റ്റമാണ്. പാത്രം അടച്ചിട്ട് വേവിക്കാം, എന്നിട്ട് വെയിറ്റ് ചെയ്യാം. ഇത് ഏകദേശമൊക്കെ വേകാറാകുമ്പോൾ ഞാൻ തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ പാത്രം ഒന്ന് ചെറുതായിട്ട് മാറ്റി. കാര്യം അതിൻ്റെ ക്വാണ്ടിറ്റി വരുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് നിൽക്കില്ല എന്ന് എനിക്കൊരു തോന്നൽ വന്നു. അതുകൊണ്ട് ഞാൻ വേറെ കുറച്ചുകൂടി വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് വെന്തുകൊണ്ടേയിരിക്കുന്നു. നോക്കിക്കോളൂ, തിളച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ തീ ഒരല്പം ഒന്ന് കുറച്ച് കൊടുത്തിരുന്നു. അപ്പോൾ ചെറിയ തീയിൽ കിടന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് വെന്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ 3 കപ്പ് വെള്ളം ഒഴിച്ചു. പിന്നെ മട്ടണിൽ നിന്ന് ഇറങ്ങിയ വെള്ളവും എല്ലാം കൂടി ചെന്നിങ്ങനെ ഉണ്ട്. അപ്പോൾ ഇത് ഏകദേശമൊക്കെ ഒരു 3/4 കുക്ക്ഡായി എന്ന് തന്നെ പറയാം. ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങാ നീര് ഒഴിക്കണം. ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാ നീര്, ഒരു ചെറിയ നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, അതും കൂടി ചേർക്കാം. കാര്യം ഇനി അരി ഇതിനകത്ത് കിടന്നാണ് വേകുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് ഉപ്പ് വേണ്ടി വരും. ഇനി കുറച്ച് വെള്ളവും കൂടി വേണം. ഇനി കുറച്ച് വെള്ളം കൂടി ചേർക്കാം. ഇത് തിളച്ച വെള്ളമാണ്. ഇപ്പോൾ ഏകദേശം ഒരു 7 കപ്പ് വെള്ളം ടോട്ടലായിട്ട് എല്ലാം കൂടി ചേർന്നായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി, ഇത് ജീരക സാമ്പാർ റൈസ് എന്ന് അവർ പറയും, നമുക്കിവിടെ കൈമയെന്ന് പറയാം, ജീരകശാല റൈസ് എന്ന് പറയാം, എന്താണെങ്കിലും കുഴപ്പമില്ല. നന്നായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും ആ വെള്ളം ഒഴിച്ചതിന് ശേഷം വീണ്ടും നന്നായിട്ട് തിളയ്ക്കുന്നു. അപ്പോൾ മട്ടൺ ഈസ് ഓൾമോസ്റ്റ് കുക്ക്ഡ്. ആ ഒരു സമയത്താണ് ഇത് ചേർക്കുന്നത്. ഇതെല്ലാം കൂടി കിടന്നിട്ടാണ് ഇനി വേകുന്നത്. അപ്പോൾ ആ ഒരു മട്ടൻ്റെ സ്റ്റോക്കിൻ്റെ ടേസ്റ്റും എല്ലാം ഈ റൈസിൽ പിടിച്ചിട്ടാണ് ഇത് റെഡിയാകുന്നത്.
ചെറിയൊരു കുഴഞ്ഞ ഭാഗത്തിനാണ് ഇരിക്കേണ്ടത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പാത്രം അടച്ചിട്ട് വേവിക്കാം. മട്ടണും റൈസും മസാലയും എല്ലാം കൂടി ചേർന്ന് വെന്ത് ഒരു പാകത്തിനാകുമ്പോൾ നമ്മുടെ ദിണ്ടിഗൽ ബിരിയാണി റെഡിയാവുമെന്ന് പറയാം. അപ്പോൾ വെയിറ്റ് ചെയ്യാം അല്ലേ. ഷോർട്ട് മാജിക് ക്ലിക്ക്. നമ്മുടെ ദിണ്ടിഗൽ ബിരിയാണി റെഡി ആയിക്കഴിഞ്ഞു. ഞാൻ തീ ഓഫ് ചെയ്തു കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് വാവ്, കാണുന്നുണ്ടല്ലോ. അതായത് ദേ കംപ്ലീറ്റ് വെള്ളമൊക്കെ വറ്റി പാകത്തിന് വെന്തിട്ടുണ്ട്. ആ മണമുണ്ടല്ലോ, ആ ദിണ്ടിഗൽ ബിരിയാണി മട്ടൺ ബിരിയാണി കഴിച്ച അതേ മണം, രക്ഷയില്ലാത്ത മണം. സെയിം ടെക്സ്ചറും കളറും എല്ലാം ഏതാണ്ട് അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ആസ് ഗുഡ് ആസ് ദിണ്ടിഗൽ ബിരിയാണി. ഓക്കെ, നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നോക്കൂ, അപ്പോൾ കറക്റ്റ് മനസ്സിലാവും. ദിണ്ടിഗലിൽ പോകാതെ നമ്മുടെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. സോ നൈസ്. അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഇനി വേണമെന്നുണ്ടെങ്കിൽ അവർ സാധാരണ വിറകടുപ്പിലൊക്കെ അല്ലേ ചെയ്യുന്നത്, വലിയ പാത്രങ്ങൾ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു അടപ്പ് വെച്ചിട്ട് ടൈറ്റാക്കി അടച്ചിട്ട് ലാസ്റ്റ് സ്റ്റേജ്, അതായത് വേകുന്നതിൻ്റെ ഒരു വെള്ളം വെട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ കുറച്ച് കണ്ണിലും വാരിയിട്ട് താഴത്തെ തീ അങ്ങോട്ട് പിരിച്ചിടും. അപ്പോൾ ആ ഒരു ദമ്മിങ് പ്രോസസ്സും കൂടിയുണ്ട്. നമുക്കത് വേണ്ടി വന്നില്ല, കാര്യം നമ്മൾ അല്ലാണ്ട് തന്നെ കറക്റ്റായിട്ടാണ് ഇങ്ങനെ വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ദമ്മിടേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ പുറത്തൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കനലും കൂടെയൊക്കെ വേണമെങ്കിൽ ഇടാം. വേണമെങ്കിൽ എൻ്റെ മുകളിൽ കല്ലിട്ട് കുറച്ച് 5-10 മിനിറ്റ് വയ്ക്കുകയും ചെയ്യാം, അത് പ്രശ്നമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആ ഒരു മണവും ഞാൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ആ രുചിയൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഇതിൻ്റെ വേഗം അനുസരിച്ചിട്ടാണ്. ഞാൻ വീണ്ടും ഒരു 1.5 കപ്പ് തിളച്ച വെള്ളവും കൂടി ഇടയ്ക്ക് ഒഴിച്ച് കൊടുത്തു. അപ്പോൾ ടോട്ടലായിട്ട് ഞാൻ 8.5 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചത്. 8.5 കപ്സ്, 8.5 to 9 കപ്സ് വരെ ആകാം. ഓക്കെ, ഇത് ഒരുപാടുണ്ട് ക്വാണ്ടിറ്റി. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് നമുക്ക് പറ്റില്ല. ഇത് എന്താ പറയുക, 1 കിലോ റൈസും 1 കിലോ മട്ടണുമാണ്. അപ്പോൾ ഇത് കുറേ ആൾക്കാർക്ക് കഴിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു 10 പേരിൽ കൂടുതൽ കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ഉണ്ട്. ഇതിൻ്റെ ഏകദേശം ഒരു പോർഷൻ ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റാൻ പോകും. അങ്ങനെ സ്വാദിഷ്ടമായ ദിണ്ടിഗൽ ബിരിയാണി ഈസ് റെഡി. ഇത് ഒരു കാര്യമില്ല, ഇത് അടിപൊളിയാണ്. നല്ല മണവും രുചിയൊക്കെയാണ്. ചെറിയൊരു കുഴഞ്ഞ പോലെ അവർ സെർവ് ചെയ്യുന്ന അങ്ങനെയാണ്. ചെറിയ ഇങ്ങനെ കട്ടോരി പോലെയുള്ള ഡിസ്പോസിബിൾ ഇലയിലുണ്ടാക്കുന്ന ഇതിനകത്ത് ചെറിയൊരു, അത് ക്വാർട്ടർ വേണോ ഹാഫ് വേണോ ഫുള്ള് വേണോ എന്നൊക്കെ ചോദിക്കും. അതനുസരിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ അമർത്തി വെച്ചിട്ടാണ് തരുന്നത്. നമ്മളിങ്ങനെ പ്ലേറ്റിലേക്ക് ഇങ്ങനെ കമഴ്ത്തിയിട്ടിട്ട് കഴിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ നല്ലൊരു റേത്ത് തരും, ഉള്ളിയും തൈരും ചേർത്തിട്ട്. അതിൽ ടൊമാറ്റോ ഒന്നും ഉണ്ടാവില്ല, പച്ചമുളക്, അങ്ങനെ ഭയങ്കര അതൊരു ചെറിയൊരു പുളി കുറവാണ്, ഇച്ചിരി മധുരമൊക്കെ ആയിട്ട്. അതാണ് അതിൻ്റെ മെയിൻ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ മട്ടൺ ചുക്ക, മട്ടൺ ചോപ്സ്, അങ്ങനെ പലതരം മട്ടൺ വിഭവങ്ങൾ ചേർത്തും കഴിക്കാറുണ്ട്. പിന്നെ ഒരു പ്രധാന കാര്യം ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ദാൽച്ച എന്ന് പറയുന്ന ഒരു പരിപ്പും മട്ടൻ്റെ കുറച്ച് വേസ്റ്റ് പാർട്സൊക്കെ ഇട്ടിട്ട്, അതായത് എല്ല് കുറച്ച് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പരിപ്പിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു ചെറിയൊരു സെമി സാമ്പാർ പോലെ ഇരിക്കുന്നത്, സാമ്പാറല്ല, അതാണ് അത് സൈഡായിട്ട് ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത്, ഒരു ഗ്രേവി ആയിട്ട്. അപ്പോൾ ആ രീതിയിലും ചെയ്യും. അപ്പോൾ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ഇനി ദിണ്ടിഗലിൽ പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം. ഗംഭീരമായിട്ടുള്ളൊരു ബിരിയാണിയാണ്. നമ്മളെപ്പോഴും കഴിക്കുന്നതിൽ വ്യത്യസ്തമായിട്ടൊരു കാര്യമാണ്. സാധാരണ നമ്മൾ കഴിക്കുന്ന തലശ്ശേരി ബിരിയാണി, നമ്മുടെ ഹൈദരാബാദി ബിരിയാണി, നമ്മുടെ കുറേ സ്പെഷ്യലൈസ്ഡ് ബിരിയാണീസ് ഉണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് തമിഴ്നാട്ടിലെ ഈ പ്രദേശം. ആ നാട്ടിലെ ദിണ്ടിഗലിന് കുറച്ചുകൂടെ ടേസ്റ്റ് വരും. കാര്യം അവരുടെ മലഞ്ചെരുവ് പ്രദേശങ്ങളിലെ ആടിൻ്റെ ഇറച്ചിയും അവിടെ കിട്ടുന്ന വെള്ളത്തിനൊരു പ്രത്യേക രുചിയാണെന്നാണ് പറയുന്നത്. അതിൻ്റെ സ്വാദ് എക്സ്ട്രാ ഉണ്ട്. ബട്ട് എനിവേ നമ്മുടെ വീട്ടിലും നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, ഉണ്ടാക്കി നോക്കുക, നല്ല തീർച്ചയായിട്ടും ഇഷ്ടമാവും.
ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച ഡിണ്ടിഗൽ മട്ടൻ ബിരിയാണി, വെരി സ്പെഷ്യൽ ബിരിയാണി, ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് ഹൗസിലൂടെ കാണാം.